വിധിയെ നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം UDFന് വലിയ പ്രതീക്ഷയാണ്. ആ ഒരു പ്രതീക്ഷയിൽ അല്ലെങ്കിൽ അതിനൊരു മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള ചില നീക്കങ്ങളോ അല്ലെങ്കിൽ ചർച്ചകളൊക്കെ നടത്തുന്നത്. ഇതിനിടയിൽ VD സതീശൻ വേണം, എനിക്ക് ഈ തവണ മുഖ്യമന്ത്രി ആവണം എന്നുള്ള ചില കടുത്ത തീരുമാനങ്ങളൊക്കെ പറയുന്നു. അത് ഇതിനു മുമ്പും അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കെ സുധാകരനെ പോലുള്ള പാർട്ടി അധ്യക്ഷനൊക്കെ മുൻനിൽക്കെ, മാത്രമല്ല KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, അപ്പം രമേശ് ചെന്നിത്തല എല്ലാവരും ഉണ്ട്. അപ്പം മുതിർന്ന നേതാക്കൾക്കിടയിൽ ഈ ഒരു നിരയിലിനിടയിൽ തന്നെ നിന്നുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രി ആവണം എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പം മാത്രമല്ല, ഈ പറയുന്ന കെ സുധാകരനെയും രമേശ് ചെന്നിത്തലയൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു അസ്വാരസ്യങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു നീക്കത്തിലൂടെ വന്ന് എനിക്ക് മുഖ്യമന്ത്രി ആകണം അല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി ആകും എന്ന് സ്വന്തമായിട്ട് പറയുമ്പോൾ അത് എത്രത്തോളം ആയിരിക്കും ഈ VD സതീശന് തിരിച്ചടിയാവുക? രേഷ്മ, ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഏകദേശം UDFന് വിജയ പ്രതീക്ഷ അല്ലെങ്കിൽ അടുത്തൊരു ഭരണ കൈമാറ്റം നടക്കുമെന്നും UDFന് ഭരണത്തിലേറാൻ സാധിക്കുമെന്നുള്ള ഒരു മുൻവിധിയൊക്കെ വരുന്ന സമയത്താണ് ഇപ്പോൾ VD സതീശൻ അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് ലഭിക്കണമെന്ന ഒരു ആവശ്യവുമായി ചില കളികളൊക്കെ നടത്തുന്നു എന്നല്ലെങ്കിൽ അതിനുവേണ്ട അരങ്ങൊരുക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ VD സതീശൻ വരികയും അദ്ദേഹം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പാർട്ടി വിചാരിക്കുന്ന രീതിയിൽ ശോഭിക്കാൻ കഴിയാത്ത രീതിയിൽ മാറുകയും ചെയ്തൊരവസ്ഥ സംജാതമായിട്ടില്ല. ഈ കഴിഞ്ഞ 5 വർഷം നമ്മളത് കണ്ടതാണ്. അതിന് മുൻപ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷ MLA ആയിരുന്നൊരു കാലഘട്ടത്തിൽ കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും നിയമസഭയെ വിറപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയായിരുന്നു VD സതീശൻ. അതിൻ്റെ പിൻബലത്തിലാണ് പിന്നീട് രണ്ടാം പിണറായി സർക്കാർ വരുന്ന സമയത്ത് ഇദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തസ്തികയിലേക്ക് ഉയർത്തപ്പെടുകയും ഒക്കെ ചെയ്തത്. പക്ഷേ നിർഭാഗ്യവശാൽ അതിലേക്കൊന്നും ശോഭിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം എടുത്തു പറയേണ്ടത്, രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ്. അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കിക്കൊണ്ടാണ് ഈ പറയുന്ന VD സതീശൻ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വന്നത് എന്നൊരു ചീത്തപ്പേര് നിലനിൽക്കെയാണ് അദ്ദേഹത്തിന്റെ മോശം പ്രകടനം 5 വർഷക്കാലം കേരള ജനത കാണേണ്ടി വന്നത് എന്നാണ് UDFനുള്ളിൽ തന്നെയുള്ള ഒരു വലിയ ആക്ഷേപം എന്ന് പറയുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കെ സുധാകരനെ പോലുള്ള വലിയ നേതാവിനെ അദ്ദേഹം ഒരു വിലയും കൊടുക്കാതെ, നമുക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് മാധ്യമ പ്രസ് മീറ്റുകളിലൊക്കെ അവഹേളിക്കുന്ന രീതിയിലാണ് VD സതീശൻ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ കെ സുധാകരൻ എന്ന് പറയുന്ന വലിയൊരു പിന്തുണയുള്ളൊരു നേതാവാണ്. അദ്ദേഹം കാലങ്ങളായി ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും പല രീതിയിലും കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും അല്ലെങ്കിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ് കെ സുധാകരൻ. അദ്ദേഹത്തെ പോലും അവഗണിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയിലൊക്കെ VD സതീശൻ മാറിയപ്പോഴേക്കുമാണ് അദ്ദേഹം ഇനി മുഖ്യമന്ത്രി ആയാൽ എങ്ങനെ ആയിരിക്കും എന്ന് ജനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടി തന്നെ ചിന്തിച്ചു തുടങ്ങിയത്. കേരളം എന്ന് പറയുന്നത് ഒരു മുന്നണി രാഷ്ട്രീയം, അത്തരത്തിൽ ആ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ ഒരു നേതാവെന്ന രീതിയിൽ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോയി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് VD സതീശൻ ഇല്ല എന്ന് ഈ ഒരു പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്. അത് പാർട്ടിക്കിടയിൽ തന്നെ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചർച്ചകളും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളും അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡിനോട് തീരുമാനങ്ങൾ പറയുമ്പോൾ VD സതീശൻ VD സതീശൻ മുഖ്യമന്ത്രി ആവരുത് എന്നുള്ള ഉറച്ച തീരുമാനം പാർട്ടി നേതാക്കൾ തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം മുഖ്യമന്ത്രി ആവണം എന്നുള്ള നാടകങ്ങൾ അദ്ദേഹം ഇവിടെ നടത്തുമ്പോഴും അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ ഉന്നത നേതാക്കൾക്കിടയിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയാൽ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ആ ഒരു കഴിവ് എത്രമാത്രം ഉണ്ട് എന്ന് സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മുതിർന്ന നേതാക്കൾക്കൊക്കെ ചില രീതിയിലുള്ള സ്വരസ്യങ്ങൾ ഈ VD സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിനോടുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം KC വേണുഗോപാലിലേക്ക് വരാം. എങ്ങനെയാണ് KC വേണുഗോപാലിനെ ഈ ഒരു നേതാക്കന്മാർ കാണുന്നത്? എന്തായാലും നിലവിൽ പറവൂർ MLA ആണ് അദ്ദേഹം, മാത്രമല്ല പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. അപ്പം ഈ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിലേക്ക് വരുമ്പം ഒരുപാട് വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് നടപ്പിലാക്കാൻ പറ്റും, ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ വാസ്തവമായിട്ടുണ്ടോ? എത്രത്തോളമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ? രേഷ്മ, ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ വാഗ്ദാനങ്ങൾക്കപ്പുറം ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ ഒരുപാട് കർത്തവ്യങ്ങളുണ്ട്. അതായത് എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് അയാൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത വ്യക്തി എങ്ങനെയാണ് മുഖ്യമന്ത്രി ആയാലും ഒരു സംസ്ഥാനത്തെ നിയന്ത്രിക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാവുന്നത്. ഇനി ഈ 5 വർഷക്കാലം അദ്ദേഹം എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എപ്പോഴും നിയമസഭ കൂടുമ്പോൾ അവിടെ ചോദ്യോത്തര
ചോദ്യോത്തരവേള അല്ലെങ്കിൽ പലപ്പോഴും കലുഷിതമാവുന്ന അവസ്ഥ, അല്ലെങ്കിൽ ജനങ്ങൾ ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് എന്താണ് അവിടെ സംഭവിച്ചത്, പ്രതിപക്ഷം ഏത് രീതിയിലാണ് ചോദ്യം ചെയ്തത്, ആ കാര്യങ്ങൾ എങ്ങനെയാണ് വിമർശിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് അനുകൂലിച്ചത്, ഇതൊക്കെ നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് 5 വർഷങ്ങൾക്കിടയിൽ എത്ര നിയമസഭാ സമ്മേളനങ്ങൾ ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട്? അത് വളരെ കുറവാണ്. കാരണം പ്രതിപക്ഷത്തിന്റെ ഇടയിൽ നിന്നും ചോദ്യങ്ങൾ ഉന്നയിക്കാനോ വിമർശിക്കാനോ അനുകൂലിക്കാനോ ഉള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഇല്ലാതായി പോകുന്ന അവസ്ഥയിലേക്ക് UDF മാറിയിട്ടുണ്ട്. UDFനെ കൊണ്ട് കേരളത്തിൽ എന്ത് അല്ലെങ്കിൽ ഒരു LDF ചെയ്യുന്ന കാര്യങ്ങളിലെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കാനോ അതിനെതിരെ രംഗത്ത് വരാനോ ഉറച്ച മനസ്സോടുകൂടി അല്ലെങ്കിൽ ഉറച്ച ശബ്ദത്തോടു കൂടി അതെന്തെന്ന് ചോദിക്കാനോ ഉള്ള രീതിയിലേക്കൊന്നും പ്രതിപക്ഷ നേതാവ് ഉയർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ നമ്മൾ അദ്ദേഹത്തെ കൂടുതലും കണ്ടിരിക്കുന്നത് പത്രസമ്മേളനങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ കാണുമ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ മാത്രമാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ കേരളക്കര കണ്ടിട്ടുള്ളൂ. അല്ല, എന്ത് വിദ്യ, ഇവിടെ വേറൊരു കാര്യമുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് തന്നെ ഒരു പുതുയുഗ യാത്ര എന്ന് പറയുന്ന ഒരു ജാഥ VD സതീശൻ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആ ഒരു ജാഥ ഉണ്ടായിരുന്നത്. അപ്പം അത്തരം ഈ ഒരു ജാഥയിൽ നിരവധി പേരാണ് VD സതീശനെ കാണാനും അല്ലെങ്കിൽ ഈ പറയുന്ന നേതാക്കന്മാരെ കാണാനും അവർക്കൊപ്പം ചേരാനും ഒക്കെ സമയം ചെലവഴിക്കാനും ഒക്കെ വന്നത്. അപ്പോൾ ഇതൊരു പക്ഷേ ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കണക്കെടുത്താണോ VD സതീശൻ ഞാൻ മുഖ്യമന്ത്രി ആവണമെന്ന് സ്വയം പറയുന്നത്? അല്ല, ഏത് പക്ഷത്തിലും ഏത് കാര്യത്തിനും 2 പക്ഷം ഉണ്ടാവാറുണ്ട്. പക്ഷേ പൊതുവായിട്ടുള്ള പക്ഷത്തിന്റെ കാര്യം അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം എന്താണ് അദ്ദേഹത്തിനോടുള്ള ഒരു അനുകൂല സമീപനമാണോ പ്രതികൂല സമീപനമാണോ എന്ന് ചിന്തിക്കുമ്പോഴാണ് അതിൽ മറ്റ് വ്യക്തിപരമായ കാര്യങ്ങളല്ല അവരവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് എത്രമാത്രമുണ്ട് എന്നതാണ് അവിടുത്തെ ഏറ്റവും പ്രധാന വിഷയമായിട്ട് വരുന്നത്. രണ്ടാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയം പലപ്പോഴും അദ്ദേഹത്തിന്റെ ആ ഒരു ഇത്ര മുതിർന്ന നേതാവ് എന്ന് മനസ്സിലാക്കാതെ അദ്ദേഹത്തോട് ഒരു നിസ്സഹകരണം പ്രഖ്യാപിക്കുന്ന രീതിയിലാണ് VD സതീശൻ പലപ്പോഴും പെരുമാറിയിരുന്നത്. അപ്പൊ നമുക്ക് തഴയുന്ന രീതിയിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പിണറായി സർക്കാരിനെതിരെ ഒരു വലിയ സമര രീതി അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഒരുക്കി അവരെ എല്ലാവരെയും ഒറ്റക്കെട്ടാക്കി നിർത്തിക്കൊണ്ട് കെ സുധാകരൻ ഒരു സമര രീതി കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അതിനൊന്ന് സമന്വയിപ്പിക്കാനും എല്ലാവരെയും കൂടി നിർത്തി ആ സമരം ഒന്ന് വിജയിപ്പിച്ചെടുക്കാനും ഒരു ശ്രമവും ഈ VD സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ ഒരു അസ്വാരസ്യത്തിന് അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേടിന് കാരണമായിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്. അത് നമ്മളൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ സംസാരിക്കുക, ആദ്യം അധ്യക്ഷൻ ഇരിക്കുന്നു, പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നു. അപ്പം ഇതേപോലെ തന്നെ കെ സുധാകരൻ ഞാൻ സംസാരിക്കുക എന്ന് പറഞ്ഞ് മൈക്ക് നീട്ടുന്ന സമയത്ത് അദ്ദേഹത്തിനോടൊക്കെ വഴക്ക് പറഞ്ഞു മൈക്ക് നീക്കിയിട്ട് ഞാൻ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ആദ്യം സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ധാർഷ്ട്യത്തോടെയാണ് ആ മൈക്ക് നീക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണോ ഒരു പക്ഷേ ഈ ഒരു അദ്ദേഹത്തെ പിന്തുണയ്ക്കാതിരിക്കാൻ കാര്യം? നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു നേതാവിന് ചുറ്റും ഒരുപാട് പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയുള്ളതാണ്. അദ്ദേഹത്തിന് ചുറ്റും അല്ലെങ്കിൽ അദ്ദേഹത്തെ ആശ്രയിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും ഒരു നേതൃപാടവമുള്ള വ്യക്തിയാണ് കെ സുധാകരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനുസരിക്കാൻ ഒരുപാട് പ്രവർത്തകർ ചുറ്റിനുമുള്ള സമയത്താണ് നമ്മൾ ഈ കണ്ടതുപോലെ തന്നെ മാധ്യമങ്ങൾക്കൊക്കെ മുന്നിൽ ഈ പറയുന്ന മുതിർന്ന നേതാവിനെ അവഹേളിക്കുന്ന രീതിയിലേക്കൊക്കെ VD സതീശൻ പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ വലിയൊരു ഇഷ്ടക്കേടിന്റെ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയത്. ഒപ്പം തന്നെ കണ്ണൂർ നിയമസഭാ മണ്ഡലം സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വാശിയോടെ എതിർത്ത് അതിനെ പറ്റില്ല എന്ന് പറഞ്ഞ ആ ഒരു കാര്യം വിജയിപ്പിച്ചെടുത്ത ആളാണ് VD സതീശൻ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള VD സതീശന്റെ ഒറ്റ നിലപാടിലാണ് അത് ഒടുവിൽ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം കെ സുധാകരൻ അത് അംഗീകരിക്കുകയും അദ്ദേഹം ഒഴിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം മുതിർന്ന നേതാവാണ് എന്നുള്ളത് ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ അങ്ങനെ പല പല കാര്യങ്ങളാണ് എടുത്തു പറയുമ്പോൾ ഓരോ രാഷ്ട്രീയ അല്ലെങ്കിൽ ഈ എതിർക്കുന്ന ഓരോ വ്യക്തികൾക്കും പറയാൻ ഓരോ കാരണങ്ങളുണ്ട് VD സതീശനെ പറ്റി. അദ്ദേഹം അങ്ങനത്തെ ഒരു വ്യക്തി മുഖ്യമന്ത്രി ആയാൽ എങ്ങനെയായിരിക്കും കേരളത്തിന്റെ പോക്ക് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ ചോദ്യമായി നിൽക്കുന്നത്. അപ്പോഴാണ് അടുത്തൊരു പേര് ഉയർന്നു വരുന്നത് ഈ പറയുന്ന KC വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയുടേത്. KC വേണുഗോപാൽ ഒരിക്കലും ഒരു താരതമ്യമല്ല നമ്മളോട് ചെയ്യുന്നത്. പക്ഷേ KC വേണുഗോപാലിനുള്ള ക്വാളിറ്റീസ് ഈ പറയുന്ന ഓരോ നേതാക്കളും അവരവരുടെ മണ്ഡലങ്ങളിൽ അവരവരുടെ ആ ഒരു സീറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ഈ കേരളത്തിനെ ഒരുമിപ്പിച്ച് നിർത്തിയത് അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന പാർട്ടിയെ മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് KC വേണുഗോപാലാണ്.
അപ്പോൾ കെ.സി. വേണുഗോപാലിന്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്നുണ്ടോ? UDF പ്രവർത്തകരും ഒപ്പം തന്നെ കേരളവും അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് രേഷ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയായി വരിക എന്നുള്ളത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അത് കിട്ടാവുന്ന അല്ലെങ്കിൽ ഒരു അർഹമായിട്ടുള്ള കാര്യമാണ്. കാരണം AICC ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് അവിടെ കുറേ പരിപാടികളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്തും കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെല്ലാം അതായത് ആദ്യം ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റ് നിശ്ചയിക്കുന്ന സമയം മുതൽ കേരളത്തിലുടനീളം അദ്ദേഹം ഈ ഒരു പാർട്ടി പ്രവർത്തകരോടും മുതിർന്ന നേതാക്കന്മാരോടും അതുപോലെ തന്നെ എല്ലാവരോടൊപ്പം ഉണ്ടായിരുന്നു. മാത്രമല്ല പാർട്ടിയിലെ ഒരു അമരക്കാരൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചില ഇടപെടലുകൾ കൊണ്ടാണ്. അതിൽ എടുത്തു പറയേണ്ടത് കൊല്ലത്ത് നടന്ന ഈ പറയുന്ന ഗുരു ഗാന്ധി കൂടിക്കാഴ്ചയുടെ ഒരു അതായത് വാർഷികാഘോഷം ഉണ്ടായിരുന്നു. ആ ഒരു വാർഷികാഘോഷ വേളയിൽ അദ്ദേഹത്തിന്റെ ഒരു രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹം അതിനെ എങ്ങനെ കണ്ടു, അദ്ദേഹം അവിടെ അദ്ദേഹത്തെ കാണാൻ വന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം അവിടെ ഒരു ക്രൈസ്തവ വിഭാഗക്കാരോ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ വിഭാഗക്കാരോ ഒരു മുസൽമാനോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ആ വീഡിയോ കവർ ചെയ്തതാണ്. അപ്പം കെ.സി. വേണുഗോപാലിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിരുന്നത് ഒരു സുന്നി വിഭാഗത്തിന്റെ ഒരു നേതാവായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, ഉസ്താദുമാർ, അതുപോലെ തന്നെ തിരുമേനിമാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ അച്ഛന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഗുരുക്കന്മാരെല്ലാവരും കൂടി ചേർന്ന ഒരു വേളയായിരുന്നു. അവരെല്ലാവരും പരസ്പരം കൈകോർത്താണ് മടങ്ങിയത്. വലിയ നല്ലൊരു അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. അപ്പം അങ്ങനെയുള്ള ചില കൂടിക്കാഴ്ചകളൊക്കെ കെ.സിക്ക് അനുകൂലമായിട്ട് മാറും എന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും കെ.സി ആ ഒരു അങ്ങനെ ഒരു രീതിയിലൊക്കെ ആളുകളുടെ അടുക്കെ ഇടപഴകുകയും അല്ലെങ്കിൽ ഒരു ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ VD സതീശന്റെ കണക്ക് ഒരു തഴയുന്ന സ്വഭാവം ഒന്നും കെ.സിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പാർട്ടിയിലുള്ള എല്ലാ നേതാക്കന്മാർക്കും അവർക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. മാത്രമല്ല അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ട് സുധാകരൻ, രമേശ് ചെന്നിത്തലയ്ക്ക് യാതൊരു എതിർപ്പും ഇല്ലാതെ ഓക്കെ ആയിക്കോട്ടെ എന്ന് പറയുന്നത്. അല്ല രേഷ്മ, അത് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഈ VD സതീശന്റെ കാര്യം പറഞ്ഞപ്പോൾ VD സതീശൻ 2021 പ്രതിപക്ഷ നേതാവായി വരുന്ന സമയത്തുള്ള സമുദായ സംഘടനകളുള്ള സമീപനം അതിനുശേഷം ഉള്ള ഒരു രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. സമുദായ സംഘടനകളൊക്കെ ഒരു പരിധിക്കപ്പുറം എല്ലാവരും ഒന്ന് പിണങ്ങുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കെ.സി. വേണുഗോപാൽ ആദ്യം ചെയ്ത കാര്യം സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യമായിരുന്നു. അതിന് അദ്ദേഹം ആദ്യം ചെയ്തത് ഈ പറയുന്ന വിവിധ മറ്റ് സമുദായങ്ങൾ, അതായത് ക്രിസ്തീയ അല്ലെങ്കിൽ ഇസ്ലാം സമുദായങ്ങളുടെ വോട്ടുകളെ അല്ലെങ്കിൽ ആ ഒരു അവരുടെയൊക്കെ ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ്. ബിഷപ്പ്മാരെ പോയി കാണുന്നു, അവരോടൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ പാർട്ടിയെ ഏതൊക്കെ രീതിയിൽ ശക്തിപ്പെടുത്തണം എന്നാണ് അദ്ദേഹം ആദ്യം ഈ ഇലക്ഷൻ വരുന്നതിന് അല്ലെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം തീരുമാനിച്ചതും ചെയ്തതുമായ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അതായിരുന്നു. അപ്പൊ അങ്ങനെ തിരിച്ചുപോയ പല കാര്യങ്ങളെയും UDF നിന്നും അകന്നു പോയ പല സാമുദായിക സംഘടനകളെയും തിരികെ കൊണ്ടുവരാൻ കെ.സി. വേണുഗോപാൽ ആദ്യമേ ശ്രമിക്കുകയും അവരുടെയൊക്കെ ഒരു ഉറപ്പ് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് കെ.സി. വേണുഗോപാൽ ആദ്യം ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്. അതെ, കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തനായിട്ടുള്ള നേതാവാണ്. ഈ പറയുന്ന മണിപ്പൂർ വിഷയങ്ങളും ക്രൈസ്തവർക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ ഈ ആക്രമണങ്ങളൊക്കെ കെ.സി. വേണുഗോപാൽ രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ ശക്തമായിട്ട് നിലകൊണ്ട് ഉയർത്തി പറഞ്ഞ കുറച്ച് കാര്യങ്ങളായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി തന്നെ അദ്ദേഹത്തിനോട് ഒരു സ്വീകാര്യതയുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പെരുമാറ്റം അങ്ങനെയാണ്. അപ്പോൾ എല്ലാം ഒരു നല്ല രീതിയിൽ തന്നെ, അങ്ങനെ പ്രശ്നങ്ങളൊന്നും വേണ്ട, ഒരു നല്ല ഒരു രീതിയിൽ തന്നെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു നയമാണ് എപ്പോഴും കെ.സിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് പോലെ തന്നെ ജാതിമതി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കെ.സി. വേണുഗോപാലിനെ കുറച്ചുകൂടി ആളുകൾ ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം തന്നെ അദ്ദേഹത്തെ ഇവിടെ മുഖ്യമന്ത്രിയാക്കാൻ യോഗ്യനാക്കുന്നുണ്ട്. ഇനി പാർട്ടിയിലെ നേതാക്കളെ നോക്കുകയാണെങ്കിൽ അവർക്ക് 100% സമ്മതമാണ്. ഈ പറയുന്ന രമേശ് ചെന്നിത്തല ആയാലും കെ സുധാകരനായാലും അവർക്ക് യാതൊരു എതിർ അഭിപ്രായവുമില്ല. ഹൈക്കമാൻഡ് എന്ത് പറയുന്നോ ഓക്കെ അതിൽ നിന്ന് ഉറച്ചു. പക്ഷേ VD സതീശനെ കൊണ്ടുവരുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നമാവുന്നത്. കാരണം അവർക്ക് എല്ലാവർക്കും ഒരു അസ്വാരസ്യങ്ങളും അല്ലെങ്കിൽ ചില ഈ പറയുന്നത് പോലെ നേരത്തെ തഴഞ്ഞതു കണക്കത്തുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് അറിയാവുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവർ ആ ഒരു കാര്യത്തിൽ മുന്നിട്ട് നിൽക്കാത്തത്. പക്ഷെ കെ.സി വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും സന്തോഷമാണ്. ഈ പറയുന്നത് പോലെ തന്നെ UDF വലിയൊരു സന്തോഷവും ആഘോഷവും ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഒരിടക്ക് നമ്മൾ കണ്ടിരുന്ന കാര്യങ്ങളാണ് മുസ്ലിം പ്രവർത്തകർ അല്ലെങ്കിൽ മുസ്ലിം മനുഷ്യർ, അതുപോലെ തന്നെ മിഷണറി പ്രവർത്തനം നടത്തുന്ന കന്യാസ്ത്രീകൾ തുടങ്ങിയവരൊക്കെ തീവ്രവാദ
തീവ്രവാദികളുടെ ഒരു പട്ടികയിൽപ്പെടുത്തുകയും അവർക്കൊക്കെ ഭയങ്കര വലിയ പ്രശ്നങ്ങളൊക്കെ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ നേരിടുകയും ചെയ്യുന്ന സമയത്ത് കെ സി അതിലൊക്കെ ഇടപെടുകയും അത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാഷ്ട്രമാണ്. അവിടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്പെട്ട മതത്തിൽ ജീവിക്കാനും അതിനെ പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് എന്നുള്ള രീതിയിൽ പറയുകയും താമരശ്ശേരി, തലശ്ശേരി, ചങ്ങനാശ്ശേരി തുടങ്ങിയ അതിരൂപതകളിലെ ബിഷപ്പുമാരെ നേരിട്ട് ചെന്ന് കാണുകയും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും എന്താണ് വേണ്ടത്, അതുപോലെ തന്നെ മലയോര മേഖലയിൽ ഉണ്ടായിരുന്ന ആശങ്ക ഈ അതിരൂപതയുമായി ബന്ധപ്പെട്ട ബിഷപ്പുമാരോടൊക്കെ സംസാരിച്ചപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബഫർ സോണിന്റെ പ്രശ്നം, ഇതൊക്കെ അതിലേക്ക് ഇടപെടുകയും അതിനൊക്കെ വേണ്ടി കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ നമുക്ക് കണ്ടെത്താം എന്നുള്ള ഒരു ഉറപ്പ് നൽകുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ടതും പാർലമെന്റിലൊക്കെ അതിനെതിരെ സംസാരിച്ചതും കെ സി വേണുഗോപാൽ ആണ് എന്നതും ഒരു വലിയ മെറിറ്റായിട്ട് അദ്ദേഹത്തെ കൂടെ നിർത്താൻ സാധിച്ചാൽ നല്ലതായിരിക്കുമെന്ന് മറ്റ് അന്യമതസ്ഥർ പോലും അല്ലെങ്കിൽ അന്യ സാമുദായിക സംഘടനകൾ പോലും ചിന്തിക്കുന്ന തരത്തിലേക്ക് കെ സി വേണുഗോപാലിന്റെ ആ ഒരു ഇമേജിനെ ഉയർത്താനായിട്ട് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട്. എന്നാൽ മറുഭാഗത്ത് ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലൊരു വിഷയങ്ങളിലും പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് കൂടി എത്രമാത്രം ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ ആരോടൊക്കെ ഇതിനുവേണ്ടി സംസാരിച്ചിട്ടുണ്ട്, ആരുടെയൊക്കെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ അദ്ദേഹത്തിന്റെ ഇമേജ് കുറയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ ആണോ അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ കൂടുതൽ യോഗ്യൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തകർക്കിടയിലും ഒപ്പം തന്നെ കേരളത്തിന്റെ ഒരു പൾസ് നോക്കിയാൽ ജനങ്ങൾക്കിടയിലും വരുന്ന ഏറ്റവും ഉയർന്നു വരുന്ന ഒരു പേരെന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ എന്ന് തന്നെയായിരിക്കും.